ഹലോ എവരിവൺ കാക്കവോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് പുതുവത്സരം പ്രമാണിച്ച് 2025 ആദ്യത്തെ വീഡിയോ നമ്മുടെ കന്യാകുമാരിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കന്യാകുമാരിയിലെ ഈ സുന്ദരമായ ഈ സ്വപ്നഭൂമിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ 31st നല്ല കാറ്റടിക്കുന്നുണ്ട്, ഒന്നും കേൾക്കാൻ പറ്റില്ല, മുട്ടം നല്ല കാറ്റും. അതുപോലെ തന്നെ ഇവിടെ 2 ദിവസം മഴയായിരുന്നു എന്ന് പറയുന്നത്. ഇന്ന് ഇപ്പം മഴയില്ല. 31st ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയിരിക്കുകയാണ്, അത് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഗ്ലാസ് ബ്രിഡ്ജ് നമ്മുടെ വിവേകാനന്ദ പാറയും അതുപോലെ തന്നെ തിരുവള്ളൂർ പാറയും ബന്ധിപ്പിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് എന്തായാലും ഓപ്പൺ ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായി കാക്ക വ്ലോഗ്സിന്റെ പുതിയ വീഡിയോ 2025 വീഡിയോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ്. എല്ലാവരും പോയി കൂടെ. അപ്പൊ കന്യാകുമാരിയിലെ പ്രത്യേകതയായ നമ്മുടെ സൂര്യോദയം കാണാനായിട്ട് നമ്മൾ രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിട്ട് സൂര്യനൊക്കെ പെതുക്കെയാണ് വരുന്നത്. ഒരുപാട് ആൾക്കാർ, പല ദേശത്ത് നിന്ന് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. വിദേശികളായാലും സ്വദേശികളായാലും എല്ലാം ഒരുപാട് ആൾക്കാർ ഈ ബ്രിഡ്ജ് കാണാനും പുതിയ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനും അതുപോലെ തന്നെ കന്യാകുമാരി വിസിറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മൾ സൂര്യോദയം കാണാനായിട്ട് നിൽക്കുകയാണ്. അപ്പം നല്ല തിരക്കുണ്ട്. സൂര്യനൊക്കെ പതുക്കെ മന്ദമാണ് വരുന്നത്. പണ്ട് നമ്മൾ കന്യാകുമാരിയിൽ വന്ന ടൈമിൽ ഈ സൂര്യോദയം പെട്ടെന്ന് വന്നായിരുന്നു. നമ്മൾ 7-7:30 ആയപ്പോഴത്തേനും സൂര്യ ഫുള്ളായിട്ട് ഉദിച്ച്. പക്ഷെ ഇപ്പം ഭയങ്കര ലേറ്റ് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കാലാവസ്ഥ വളരെ ഒരു മോശം കാലാവസ്ഥയാണ്. ഭയങ്കര കാറ്റും അതുപോലെ തന്നെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ്. പക്ഷേ നമ്മൾ ഒരുപാട് ടൈം കഴിച്ചിട്ട് സൂര്യൻ ഉദിച്ചിരിക്കുകയാണ്. നമ്മളെ വിവേകാനന്ദ പാറയൊക്കെ കാണാം. വിവേകാനന്ദ പാറ, തിരുവള്ളൂർ പാറയൊക്കെ എടുത്ത് ആ സൂര്യൻ ഉദിച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതൊക്കെ കാണാനായിട്ടാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു ആംബിയൻസ് അടിപൊളിയാണ്. ഹോട്ടലിലേക്ക് കയറാനായിട്ട് ഇന്ന് കാറ്റായതുകൊണ്ട് വിടത്തില്ല. 3 ദിവസമായി വിടത്തില്ല. ഇന്നും വിടത്തില്ലേ? കാറ്റ് കൊണ്ടല്ലേ, കൊടുങ്കാറ്റ്. 3 ദിവസമായി വിട്ടില്ല. കാറ്റ് കൊണ്ട് ബോട്ട് തുറന്നു. അതുകൊണ്ട് ആ പേടിച്ചാണ്. സേഫ്റ്റി എഞ്ചിനീയർ ഉണ്ട് അവിടെ. സേഫ്റ്റി എഞ്ചിനീയർ സിഗ്നേച്ചർ ചെയ്താലേ അവർ വിടത്തുള്ളൂ. ടിക്കറ്റ് കൗണ്ടർ എവിടെ? ടിക്കറ്റ് കൗണ്ടർ കണ്ട് അമ്പലം ഉണ്ടല്ലോ, ഈ അമ്പലത്തിന് മുമ്പേ പോവാ. ഒരു 100 അടി പോയിട്ട് പിന്നെ താഴെ പോകണം. ഇവിടെ ബലിയിടാൻ, ബലിതർപ്പണം മണ്ഡപം. ആദ്യം നേരത്തെ മണ്ഡപമായിരുന്നു. ഇപ്പൊ അവര് ടൂറിസ്റ്റുകാരുടെ അടുത്ത് ഇവിടെ സുനാമി വന്നപ്പോ 2 മുറി ഉണ്ടായിരുന്നു താഴെ, അത് പോയി. ഇത് ത്രിവേണി സംഗമം അറിയാ? ഇത് അറബിക്കടൽ. ഇവിടെ എല്ലാം അറബിക്കടൽ. ഇത് ബേ ഓഫ് ബംഗാൾ സാധനം. നേരെ കാണുന്നത് ഹിന്ദു മഹാസമുദ്രം. ഒരുമിച്ച് കാണുന്നത് സംഗമം താഴെ. ഈ തിരുവാങ്കൂർ മഹാരാജ കെട്ടിയതാ പണ്ട്. 1000 കൊല്ലമായി. 9 നദി ക്ഷേത്രമുണ്ട്. 9 നദി ഇവിടെ ചേർന്നുണ്ട്. 9 നദി. അവിടെ ഒരു വളവ് പോലെ ഇരിപ്പുണ്ട്. അവിടെ ഒരു വളവ് കാണാം, ഇങ്ങനെ കല്ലുവെട്ട്. ഇവിടെ വന്ന് നോക്കോ, ഇവിടെ വന്നേ. ഇതാ പിന്നെ താഴെ ആ കൊടിയുണ്ട്. ആ കൊടിയുടെ അടുത്ത് വന്ന് പിന്നെ ഇവിടെ ഒരു 7 എണ്ണം ഉണ്ട്. 7 നദി. അങ്ങനെ 9 നദി ചേർന്ന സ്ഥലമാണ്. എന്റെ പേര് ശേഖരയ്യർ. ഇവിടെ തന്നെ കന്യാകുമാരി. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ വിവേകാനന്ദപുരം. അതിന്റെ അടുത്ത സ്റ്റാപ്പ്. ഓക്കെ, കാണാം. ഇപ്പൊ നമ്മൾ ഏകദേശം എന്തായാലും മൂഞ്ചിപ്പോയി ഗെയ്സ്. നമുക്കിപ്പോ ആകെ മാനസികമായി ഭയങ്കര വിഷമത്തിലാണ്. നമുക്കിപ്പോ അവിടെ പോകാൻ പറ്റത്തില്ല. ഇവിടെ വിടുന്ന ബോട്ട് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് വിടുന്നില്ല. ഭയങ്കര കാറ്റ്. ഇവിടെ നിന്നിട്ട് തന്നെ നല്ല കാറ്റുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഈ കന്യാകുമാരി തീരത്ത് കാണുന്ന നമ്മുടെ ഈ സുനാമി മെമ്മോറിയൽ പാർക്കാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ സുനാമി അടിച്ച സമയത്ത് ഭയങ്കര നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങളും ഡേഞ്ചർ ഒരു സമയമായിരുന്നു അത്. അപ്പൊ അതിന്റെ ഒരു മെമ്മോറിയലായിട്ട് ഇവിടെ ഒരു പാർക്ക് നിർമ്മിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അതുപോലെ തന്നെ ശുദ്ധജലമൊക്കെ ഇവിടെ അടിപൊളി കേട്ടോ. ഇതൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന നല്ല രസമുണ്ട്. ഇവിടാണ് ഈ ഫെറിയുടെ നമ്മുടെ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഓഫീസ്. ഇവിടാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. നമുക്ക് ഈ തിരുവള്ളൂർ പാറയും ഈ വിവേകാനന്ദ പാറയിലൊക്കെ പോയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകാനുള്ള ടിക്കറ്റ് ഇവിടെ കൊടുക്കുന്നത്. നമ്മളിവിടെ വന്ന് വായി നോക്കി നിൽക്കുക. ഇവിടെ ഫെറി, ഇവിടുത്തെ മത്സ്യബന്ധനം ഉണ്ടല്ലേ? മത്സ്യബന്ധനം ഇത് ചെയ്തേക്കുവന്നോ, കട്ട് ചെയ്തേക്കുവന്നോ മത്സ്യബന്ധനം ബോട്ട്? ബോട്ട് போக மாட்டாங்க. குறைஞ்ச ஆளுக்கு தான் போய் நல்ல மீனே இல்லை. கொஞ்சோண்டு மீன் ரொம்ப ஜாஸ்தி விலை. காற்று ரொம்ப ஜாஸ்திக்கு போக மாட்டாங்க. காத்து கொஞ்சம் அமைதியான போக எங்க எடுத்துட்டு போகும் போட்டு போட்டா அவட எல்லாம் ஸ்டீல் போட்டு நம்ம விசைப்படகெல்லாம் அங்க கிடக்கு. ஆறு அது சின்ன முட்டம். சின்ன முட்டம். சின்ன முட்டம். இதுக்கு பக்கம்
ഇവിടുന്ന് എവിടെ കിലോമീറ്റർ? അങ്ക ഇപ്പം പണിക്ക് പോകുന്നില്ല. ഇല്ല. ആമാ, അവിടെ ക്ലോസ് ചെയ്തു. അതും ക്ലോസ്. ഭയങ്കര കാറ്റും മഴ ആയോണ്ടേ ഭയങ്കര പാടാണ് കേറാൻ. ബോട്ടൊന്നും വിടുന്നില്ല, എല്ലാ ബോട്ടും അവിടെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഫെറിയാണ് കേട്ടോ, കന്യാകുമാരി ഫെറി. മത്സ്യബന്ധന ആൾക്കാരൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് താമസിക്കുന്നത്. അപ്പൊ അവരൊക്കെ രാവിലെ കുറച്ച് മീൻ എടുത്തോണ്ട് വന്നു, പക്ഷെ പിന്നെ വിട്ടിട്ടില്ല. ബോട്ടുകളൊന്നും പോകുന്നില്ലെന്ന, വർക്കൊക്കെ കുറവാണ്. കാറ്റും മഴയാണ്ട് വർക്കുകളൊക്കെ കുറവുണ്ട്. മീനൊക്കെ കുറച്ചുണ്ട് കേട്ടോ. മീൻ അല്ലാത്തപ്പോ ഇഷ്ടംപോലെ മീനുകൾ വരുന്നതെന്നാണ് പറയുന്നത് ചേട്ടൻ. അയലൊക്കെ അപ്പൊ ഇവിടെ ബോട്ടുകളൊക്കെ നിരത്തിയിട്ടുണ്ട് കേട്ടോ. വള്ളവും ബോട്ടുകളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. മത്സ്യബന്ധനക്കാരെ ബോട്ട്, അതുപോലെ തന്നെ യാത്രാ ബോട്ടുകളൊക്കെ നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അയിലൊക്കെ കിട്ടിയില്ലേ, അയില എന്ത് വേറെ മീനുകളൊക്കെ ഉള്ളു, കുറവാണ് മീനൊക്കെ. അപ്പോൾ യാത്രാ ബോട്ടുകളാണ് അവിടെ കിടക്കുന്നത്. തിരുവള്ളൂർ പാറയിലും വിവാനന്ദ പാറയിലൊക്കെ പോകുന്ന ബോട്ടുകളാണ് അവിടെ കിടക്കുന്നത്. എല്ലാം അടുപ്പിച്ചിട്ടേക്കാണ്. എന്തായാലും നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഈ കന്യാകുമാരി. അതുപോലെ തന്നെ ഈ തിരുവള്ളൂർ പാറയും വിവാനന്ദ പാറയൊക്കെ നേരത്തെ ഞങ്ങൾ പോയിട്ടുണ്ട്. അത് നല്ല രസമായിരുന്നു. നല്ല അടിപൊളി ഒരു വൈബ് പ്ലേസ് ആണ് അത്. ഇപ്പൊ ഗ്ലാസ് ബ്രിഡ്ജ് വന്നുകൊണ്ട് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് കാണാനായിട്ട് വന്നതാ, പക്ഷെ നടന്നില്ല. അതൊരു ഭയങ്കര നഷ്ടമായി പോയി നമുക്ക്. തിരയൊക്കെ ഭയങ്കരമാണ് കേട്ടോ. കാറ്റാണ് ഭയങ്കര, മഴയല്ല കാറ്റാണ് കൂടുതലും. മഴ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ഈ കാറ്റ് ബോട്ട് ഒരു രക്ഷയില്ല, ആടി കൊലയുവാന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് നമ്മുടെ ഇവിടുത്തെ കന്യാകുമാരിയിലെ ലോക്കൽ പ്ലേസ് ഒക്കെ നമുക്ക് വെറുതെ നോക്കിയിട്ട് ഇവിടെ അടുത്തുള്ള കന്യാകുമാരി അടുത്തുള്ള ഈ നമ്മുടെ മത്സ്യബന്ധന വള്ളങ്ങളും ബോട്ടുകളൊക്കെ അടുപ്പിച്ചിട്ടേക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഈ കൂടുതലും തിരയടിക്കാതിരിക്കാൻ, ബോട്ടുകൾ അടുപ്പിച്ചിടുന്ന സ്ഥലത്ത് തിരയടിക്കാതിരിക്കാൻ ഇങ്ങനെയൊക്കെ പാറ ഇട്ടേക്കുന്നത്. നമുക്ക് അവിടെയൊക്കെ നടന്നിട്ട് അങ്ങോട്ട് പോകും. പക്ഷെ 50 മീറ്റർ നടക്കാനേ പറ്റത്തുള്ളൂ. അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാറ്റെടുത്ത് നമ്മളെ കടലിലിടും. അത്രയ്ക്ക് കാറ്റാണ്. എൻ്റെ തൊപ്പിയൊക്കെ പോയി ഗൈസ്. നമ്മൾ ഇത് നേരത്തെ ട്രെട്രോപോഡിന്റെയൊക്കെ നമ്മൾ ചെല്ലാനത്തെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ കല്ലിടുന്നത്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മളുടെ വീഡിയോ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ വ്യൂസൊക്കെ വളരെ മോശമാണ്, എല്ലാവരും കാണണം. അപ്പൊ കന്യാകുമാരി വേറെ സ്ഥലമാണ് നമ്മുടെ വ്യൂ ടവർ. ഇവിടെയൊക്കെ നമ്മൾ പണ്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് സമയമുണ്ട്, വ്യൂ ടവർ നമ്മൾ കണ്ടിട്ട് വരാം. ഇതും നല്ലൊരു കാഴ്ചയാണെന്നാണ് പറയുന്നത്. നല്ല വ്യൂ ആണെന്നാണ് പറയുന്നത് ഇവിടെ കന്യാകുമാരിയിലെ വിവാനന്ദ പാറ. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. ടിക്കറ്റ് ചാർജ് ഉണ്ട്, ചെറിയൊരു ടിക്കറ്റ് ചാർജ് ഒക്കെ ഉണ്ട് ഇതിന്റെ മുകളിലോട്ട് കയറി വന്ന്. ആളൊന്നുമില്ല ഇവിടെ, വലിയ തിരക്കൊന്നുമില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. സൈലന്റ് ഒരു വ്യൂ ടവറാണ്. ഇതിന്റെ മുകളിൽ നിന്ന് കടലും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യൂ പോയിന്റുകളൊക്കെ കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇനി കന്യാകുമാരിയിലൊക്കെ വരുവാണെങ്കിൽ ആൾക്കാർ വരുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ വിസിറ്റ് ചെയ്ത് പോകും. ഇവിടെ തൊട്ടടുത്ത് തന്നെ 100 മീറ്റർ, ഒരു 10, 100, 200 മീറ്റർ, 200 സംതിങ് മീറ്ററേ ഉള്ളൂ അവിടുന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ കന്യാകുമാരിയിലെ ഈ വ്യൂ ടവറൊക്കെ കണ്ടിട്ട് ഇറങ്ങുവാണ്. നല്ല മനോഹരമായിട്ട് ഉള്ള ഒരു കാഴ്ചയാണ്. എല്ലാവരും വന്ന് കാണേണ്ട ഒരു പ്ലേസാണ്. നമ്മൾ അതുപോലെ തന്നെ ഇവിടെ താമസിച്ച ശ്രീസായിലാണ്. ഇവിടുന്ന് തൊട്ടടുത്താണ് കന്യാകുമാരിയിലെ ഒരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ. നല്ലൊരു റൂമൊക്കെ ആയിരുന്നു, കുഴപ്പമില്ലാത്ത. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ ഒന്ന് ഉറങ്ങി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇവിടുത്തെ നൈറ്റ് വൈബ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ലൈറ്റ് സെറ്റിംഗ് ഒക്കെ അടിപൊളിയാന്ന് പറയുന്നിട്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ശാലകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. നല്ല രസമുണ്ട്. എല്ലാവരും ഓപ്പൺ കിച്ചണൊക്കെയാണ് കൂടുതലും. അവിടുന്ന് നമുക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ
വേറെ ഹോട്ടൽസ് ഒക്കെ ഉണ്ട്, നല്ല നല്ല ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. എല്ലായിടത്തും ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നമ്മൾ നൈറ്റ് വ്യൂവിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ കളർ ലൈറ്റ് തിരുവള്ളൂർ പാറയിലും അതുപോലെ തന്നെ വിവേകാനന്ദ പാറയിലൊക്കെ ഇട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ നിന്ന് കാണാം, കളർ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി മനോഹരമാക്കിയിട്ടുണ്ട്. തിരക്കുന്നവരൊക്കെയല്ല തിരക്ക് ഇപ്പോഴും നല്ല അടിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ല കാറ്റൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഭംഗിയാണ്, രാത്രി കാഴ്ചകൾ ഇപ്പോൾ അടിപൊളിയാണ് കാണാൻ. ലൈറ്റ് സെറ്റിങ്ങിൻ്റെ ഒരു മനോഹാരിത പൊളിയാണ്. എല്ലായിടത്തും നിശ്ചലമായി നിൽക്കുമ്പോൾ നമ്മുടെ തിരുവള്ളൂർ പാറയും വിവേകാനന്ദ പാറയും ഇങ്ങനെ കളറിൽ ലൈറ്റിലേക്ക് കാണാൻ നല്ല ഭംഗിയാണ്.